20 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ അന്നാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, അവൻ്റെ എല്ലാ ആരോഗ്യ നിലവാരത്തിൻ്റെ കാരണക്കാരൻ എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ്. അപ്പം ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള പുറത്തുനിന്നുള്ള ഒരു കെമിക്കലുകളും ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു ജില്ലയായിട്ട് കണ്ണൂർ ജില്ല മാറുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. മായങ്ങളൊന്നുമില്ല, പ്രകൃതിദത്തമായ ഫുഡാണ്. എരിവ് പുളിയെല്ലാം കുറച്ച് ആർക്കും കഴിക്കാം, ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേക ഫുഡ്. അപ്പോൾ വയറിന് സുഖമുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് AC കിട്ടണം എന്നില്ല, ചിലപ്പോൾ ഫാന് കിട്ടണം എന്നില്ല. പക്ഷേ ഈ ഫാനും AC ഒന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണം തേടി ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, കഴിക്കാറുണ്ട്. അതുപോലെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇരിട്ടിയിലെ ടൗണിലെ ഹൃദയഭാഗത്തുള്ള നികുഞ്ചം എന്ന ഹോട്ടലിലാണ് നമ്മളുള്ളത്. ഹോട്ടൽ എന്ന് പോലും ഇതിനെ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. ഇതെന്താ, വയറിന് സ്വാദിഷ്ടമായ, നാവിനും വയറിനും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു കൊച്ചു കടയാണ്. ഈ കട 20 വർഷമായിട്ട് ഇവിടെയുണ്ട്. മാത്രമല്ല കേരളത്തിലെ തന്നെ 2ാമത്തെ പ്രകൃതി ഭക്ഷണശാലയാണ്. ആദ്യം ഇവിടെയല്ല, മട്ടന്നൂരാണ് ആദ്യം കൊണ്ടുവന്നത്, അതിനുശേഷം ഇങ്ങോട്ട് മാറിയതാണ്. അപ്പം 20 വർഷത്തെ പാരമ്പര്യമുള്ള നികുഞ്ചം ഹോട്ടലിലേക്ക് നമുക്ക് കയറി ചെല്ലാം. അവിടുത്തെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ വരൂ. എൻ്റെ പേര് രമേഷ് വൈദ്യരാണ്. ഞാൻ അക്യുപ്രഷർ പ്രാക്ടീസ് ചെയ്യാണ്. ഇവിടെ അടുത്താണ് ക്ലിനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവരായിട്ട് പരിചയപ്പെട്ടിട്ട് ഒരു 20 വർഷം കഴിഞ്ഞു. ആദ്യം എൻ്റെ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയായിരുന്നു, ഇരിട്ടിക്കടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി കണ്ണൂർ പോയി, പിന്നെ വീണ്ടും ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ എവിടെ കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കുക. പ്രകൃതി ഭക്ഷണം എന്ന് പൊതുവേ നല്ല ഒരു ഫുഡാണല്ലോ, മറ്റുള്ള മായങ്ങളൊന്നും കാര്യമായിട്ട് ചേർക്കാത്ത ഫുഡായതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാനും പ്രകൃതി ഉത്സവം കൂടിയാണ്. ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് കഴിച്ചിരിക്കുന്നത്. പൊതുവേ എല്ലാ ഭക്ഷണം കഴിക്കും. ഇവിടെ ദോശ, പുട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറി മാറി കഴിക്കും. അതിന് ഉച്ചയ്ക്ക് ചോറ് അധികം കഴിക്കുക, ചോറ് തന്നെയാണ്. അത് മട്ടേരി ചോറ്, ഇവരെ സ്പെഷ്യൽ ഏരിയ ഉണ്ട്, അതാണ് കഴിക്കുന്നത്, സാധാരണ ഏരിയ അല്ല. അപ്പോൾ ഇത് തന്നെ കഴിക്കുന്നുള്ളൊന്നുമില്ല, ഓരോ തവണ കഴിക്കും, മാറി മാറി ഇങ്ങനെ കഴിക്കുക. എല്ലാം ടേസ്റ്റാണ്. ഞാൻ ഇരിട്ടിയിൽ സ്ഥാപനം ഉള്ള ആളാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാറ്. ആദ്യം വീട്ടിൽ നിന്നായിരുന്നു കൊണ്ടുവരല്. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഇവിടെ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും മിക്സിംഗ് ഒന്നും ഇല്ല ഇതിനകത്ത്. അധികം ഫാസ്റ്റ് ഫുഡ് ഹോട്ടലൊക്കെ ആണെങ്കിൽ അജിനാമോട്ടോ കാര്യങ്ങളൊക്കെ മിക്സിങ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പിന്നെ യോഗ, മെഡിറ്റേഷൻസ് അങ്ങനത്തെയൊക്കെ ചെയ്യലുണ്ട് രാവിലെ ഒരു 6 മണി 7 മണി സമയത്ത്. അപ്പോൾ അതും ഇവിടെയുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള വെജിറ്റബിൾ ആണെങ്കിൽ തന്നെ, ഫുഡുകളാണെങ്കിൽ തന്നെ എല്ലാം ഇവിടെ നിന്ന് തന്നെ ആക്കുന്നതാണ്, കൾട്ടിവേറ്റ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണമാണ്, വേറെ വയറിനൊന്നും കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. നല്ല ഫുഡാണ്. ഞാനിവിടെ നിന്ന് 5-8 വർഷമായിട്ട് കഴിക്കുന്നതാണ്. മായങ്ങളൊന്നുമില്ല, പ്രകൃതിദത്തമായ ഫുഡാണ്. എരിവ് പുളിയെല്ലാം കുറച്ച് ആർക്കും കഴിക്കാം, ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേക ഫുഡ്. നോൺ വെജ് ഇപ്പോഴും കഴിക്കാറുണ്ട്, പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒച്ചയും പാടൊന്നും ഇല്ലാതെ നോൺ വെജിറ്റേറിയൻ ആട്ടുന്നല കൊഴുത്തലാന്നും പറയാതെ ശാന്തമായിട്ട് ഫുഡ് കഴിക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ഭക്ഷണമാണ്. പിന്നെ പൊതുവേ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരു വയറിന് സംബന്ധമായിട്ടുള്ള ഓരോ കംപ്ലൈൻറ്റുകളും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് വൈകിട്ടായാൽ പെട്ടെന്ന് ദഹനം നടന്ന് നല്ല എന്നിട്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു ഇതിൽ. അപ്പോൾ
പിന്നെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നമ്മൾ ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും കാണേണ്ട പ്രധാനപ്പെട്ട ഒരാള് ഇവിടുത്തെ കാര്യക്കാരനാണ് നമ്മുടെ ശ്രീനിവാസേട്ടൻ. ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇദ്ദേഹമാണ് ഇപ്പം ഈ ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ചേട്ടന് പറയാനുള്ളതെന്ന് ചേട്ടാ പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ. ഞാനൊരു 20-25 വർഷത്തോളമായി പ്രകൃതി ജീവനും പിന്നെ യോഗ നാച്ചുറോപ്പതി ആ ഫീൽഡ് വർക്ക് ചെയ്യുന്നു. പിന്നെ ഭക്ഷണശാല നമ്മുടെ ഈ നികുഞ്ചം പ്രകൃതി ഭക്ഷണശാല 20 വർഷത്തോളമായി. 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ആദ്യം തൊട്ടപ്പുറത്ത് തന്നെ പ്യുവർ നാച്ചുറൽ വേയിൽ തന്നെയായിരുന്നു, ഓൾ ഷെഡായിരുന്നു. അങ്ങനെ ഒരു നല്ല കുടിൽ രീതിയിലുള്ളൊരു സാധനമായിരുന്നു. പാരമ്പര്യമായിട്ടില്ല വീട് കുടുംബം പാരമ്പര്യമായിട്ടുള്ളതായിരുന്നു അല്ല, ഞാനായിട്ട് തുടങ്ങിയതാണ്. ഞാനായിട്ട് തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ്. ഡിഗ്രി പഠനത്തിന് ശേഷം നാച്ചുറോപ്പതിയിൽ പിന്നെ ഡിപ്ലോമയും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം മദ്രാസിൽ വർക്ക് ചെയ്തു. യോഗ ടീച്ചർ പ്ലസ് നാച്ചുറോപ്പതി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ആദ്യം മട്ടന്നൂരാണ്, കണ്ണൂർ ജില്ല, അതായത് കേരളത്തിലെ 2ാമത്തെ പ്രകൃതി ഭക്ഷണശാല എന്ന് അവകാശപ്പെടാൻ ഞങ്ങൾക്ക് പറ്റും. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ അന്നാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, അവൻ്റെ എല്ലാ ആരോഗ്യ നിലവാരത്തിൻ്റെ കാരണക്കാരെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ്. അപ്പം ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള പുറത്തുനിന്നുള്ള ഒരു കെമിക്കലുകളും ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടിയില്ല, പിന്നെ അങ്ങനെയുള്ള വാളംപുളിയില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെയുള്ള ഒരു പാചക രീതിയാണ് ഇത്ര കാലമായിട്ട് അനുവർത്തിച്ച് വരുന്നത്. അതിലിപ്പം ഇതന്നെയാണ് ഞങ്ങളുടെ തിയറി തന്നെയാണ്. എരിവിന് പച്ചമുളക്, ഇഞ്ചി, കുരുമുളക്, പിന്നെ അത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കൽ. പിന്നെ പുളിക്ക് മാങ്ങയാണ് ഉപയോഗിക്കൽ, തക്കാളിയും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൽ ഞങ്ങളിപ്പം ഉണങ്ങലരി, അതായത് ഞാൻ തന്നെ കൃഷി ചെയ്തിട്ടുള്ള ഉണങ്ങലരിയുടെ നൂൽപുട്ടുണ്ടാക്കും, പുട്ടുണ്ടാക്കും, പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അതുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മുത്താറിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, ചോളപ്പുട്ട്, പിന്നെ ഉണങ്ങലരിപ്പുട്ട്, പിന്നെ സാധാ വൈറ്റ് റൈസിൻ്റെ പുട്ട്, അത്രയും പുട്ട് ഐറ്റംസ് മാത്രമേ ഉണ്ടാവും. പിന്നെ പുളിയില്ലാത്ത ഇഡ്ഡലി, ദോശ, പിന്നെ ആ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കലുണ്ട്. അത്രയും ഐറ്റമാണ് രാവിലെ ഉണ്ടാവല്. ഉച്ചക്കാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ 6 ദിവസമാണ് ഞങ്ങൾ വർക്കിങ്ങിൽ. ആഴ്ചയിൽ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്. 6 ദിവസം 6 ടൈപ്പ് പായസം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു അതാദ്യം നമ്മുടെ ചിന്തേനെയും ബ്രെയിനിനും ബുദ്ധിനെയാണ് ബാധിക്കുന്നത്. അതിന് ഏറ്റവും ലാഘവത്തോടു കൂടിയുള്ള ബുദ്ധി, അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു പുഴുക്കൻ അല്ലെ ഏറ്റവും മൂപ്പ് കുറഞ്ഞ്, അത് പണ്ട് നമ്മുടെ കേരളീയ പാരമ്പര്യം അനുസരിച്ചിട്ട് ഏറ്റവും മൂപ്പ് കുറഞ്ഞ് അരിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് രക്തശാലി അരി ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ അരിൻ്റെ അത് രാജാക്കന്മാരുടെ ഭക്ഷണത്തിൻ്റെ സാധനമായിരുന്നു. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും മൂപ്പ് കുറഞ്ഞതും വേവ് കുറഞ്ഞതും, അതായത് വേവും തോറും ഇതിന് നമ്മൾ ദഹിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതുകൊണ്ടാണ് പച്ചരിച്ചോറും പുഴുക്കലരിച്ചോറും തമ്മിലുള്ള വ്യത്യാസം. മസാല ഇതെല്ലാം കൂടുമ്പോൾ കൂടുതൽ മസാല ഐറ്റംസ് കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് ദഹനത്തിനെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. വയറ് എപ്പം കമ്പിച്ചിരിക്കും. അതായത് നോർമൽ ഒരു ഭക്ഷണത്തിന് ഒരു സമയമുണ്ട്, ആ സമയത്തിനെക്കാട്ടും കൂടുതൽ സമയം എടുത്തിട്ട് ഇത് ദഹിക്കുകയുള്ളൂ. എത്രത്തോളം നമ്മൾ രുചിപരമായിട്ട്, അതായത് നാവിൻ്റെ രുചിക്കനുസരിച്ച് നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നോ വയറിന് രുചിക്കേടാവും. ഇത് രക്തശാലി അരിയാണ്. 100 ദിവസം കൊണ്ട് പാകം കൊയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അരിയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ പണ്ട് രാജാക്കന്മാരുടെ പത്തായത്തിൽ മാത്രം ഉണ്ടായിരുന്ന അരിയിനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബുദ്ധിനെയാണ് നിയന്ത്രിക്കുന്നത്. നേരെ മറിച്ച് ഇത് പാൽത്തൊണ്ടീൻ്റെ അരിയാണ്. ഇത് 140 ദിവസമാണ് ഇതിൻ്റെ മൂപ്പ്. അതാണ് നമ്മൾ ഉച്ചക്ക് ചോറിന് കൊടുക്കുന്ന അരി. ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ബുദ്ധിക്ക് ഉപയോഗിക്കുന്നതും ഇത് കായികത്തിന് ഉപയോഗിക്കുന്നു. കായികമായി അധ്വാനിക്കുന്നവർക്ക് ഈ മൂപ്പ് കൂടിയ അരിയും ഭൗതികമായി ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും
ഇതാണ് ഏറ്റവും നല്ലത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇത് ഹീമോഗ്ലോബിൻ ഡയറക്റ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്ന അരിയിനാണ്. ബോഡിയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യിക്കും. അതാണ് ഇതിൻ്റെ ഈ രക്തശാലി എന്ന് പേര് വരാനും അതാണ് കാരണം. ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ BS സുജിത്ത്, ഇരിട്ടി റേഷനിങ് ഇൻസ്പെക്ടറാണ്. ഇത് നമ്മുടെ ഇരിട്ടിയിൽ തന്നെയുള്ള നികുഞ്ചം എന്ന് പറയുന്ന ഒരു പ്രകൃതി ഭക്ഷണശാലയാണ്. ഇവിടെ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം കൊണ്ടുള്ള ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത്. ഏകദേശം 4 തരത്തിലുള്ള ചോറുണ്ട്. അതിനകത്ത് നമ്മളുടെ പണ്ടെല്ലാം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിക് റൈസ് എന്ന് പറയുന്ന മട്ടയരി, പിന്നെ അതേപോലെ തന്നെ പച്ചരി, അതേപോലെ തന്നെ നമ്മുടെ മട്ടയുടെ മറ്റ് വെറൈറ്റികൾ, അതേപോലെ തന്നെ സാധാ നമ്മുടെ കുറുവാരി എന്നിങ്ങനെയുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലെ കറികളെല്ലാം തന്നെ തീർത്തും പ്രകൃതിജന്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ കണ്ണൂരിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു ജില്ലയായിട്ട് കണ്ണൂർ ജില്ല മാറുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറിയിലെ മാരകമായ കീടനാശിനികളുടെ അതിപ്രസരവും, അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന അശുദ്ധമായ ജലത്തിൻ്റെ അളവും, അതേപോലെ തന്നെ മറ്റ് വിഭവങ്ങളെല്ലാം തന്നെ നമുക്ക് വിഷമയമായതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വിഷമയമായ പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഈ ക്യാൻസർ മൂലമുള്ള മാരകമായ രോഗങ്ങൾ ദിവസവും നമ്മൾ കണ്ടുവരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും മോചിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതിജന്യമായ വിഷമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നികുഞ്ചം എന്ന് പറയുന്ന ഭക്ഷണശാല കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഞാനിത് ഓണത്തിന് പൂക്കളിട്ടേക്കുന്നല്ല, ഇതൊക്കെ ഇവിടുത്തെ ഭക്ഷണങ്ങളാണ്. 3 തരം, നേരത്തെ ശ്രീനിവാസേട്ടൻ നമ്മളോട് പറഞ്ഞു 3 തരം അരിയാണുള്ളത്. ഇത് ഓർഗാനിക് അരിയാണ്, അതുപോലെ ഇത് പച്ചരി, ഇത് നമ്മുടെ സാധാരണ മട്ടരി. കറികളാണെങ്കിലും കൂടുതൽ എണ്ണ ചേർക്കാത്ത, അല്ലെങ്കിൽ മായമോ അജിനാമോട്ടോ അങ്ങനെയൊന്നും ചേർക്കാത്ത, ഉപ്പ് മുളക് അങ്ങനെയൊന്നും ചേർക്കാത്ത കറികളാണ്. നമ്മുടെ കടല വേവിച്ചതുണ്ട്, പിന്നെ ചീരയുണ്ട്. ഒക്കെ നമ്മളെ എന്താ പറയുക, ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, നാര് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ കൂടുതൽ ഇപ്പോൾ വിളമ്പിയേക്കുന്നത്. എല്ലാം നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇവർ നേരത്തെ നമ്മളോട് പറഞ്ഞു എരിവ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മുളക് പൊടിയോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, പകരം ഇവർ ഉപയോഗിക്കുന്നത് ഇഞ്ചി, കുരുമുളക് തുടങ്ങിയവയാണ്. അതുപോലെ പുളി, ഇതിലേതാ നല്ല പുളിയുണ്ട്, പക്ഷേ പുളി ഇവർ ഉപയോഗിക്കുന്നത് പുളിക്ക് വേണ്ടി നെല്ലിക്ക, തക്കാളി തുടങ്ങിയ സാധനങ്ങളാണ് പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. മധുരം പിന്നെ പായസം ഉണ്ടെന്ന് പറഞ്ഞു, പായസം ഇതുവരെ എത്തിയിട്ടില്ല, എത്തുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാനിത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്നും വരാറുണ്ട് കേട്ടോ? വരാറുണ്ട്. ഇവിടെ തന്നെ സ്ഥലം? ഇവിടെ തന്നെ. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ? കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മൾ സാധാരണ ഈ നോൺ വെജിന്റെ പുറകെ എല്ലാവരും ഇപ്പം നമ്മളൊക്കെ ആദ്യം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നോൺ വെജ് ആയിരുന്നു. പക്ഷേ അപ്പം അത് കഴിക്കുന്ന ആളല്ലേ നോൺ വെജ്? ഞാൻ വെജാണ്. ആദ്യം മുതൽ അങ്ങനെയായിരുന്നു? ആണല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പ്രത്യേകം വരുന്നത്. ആണല്ലേ. അത് പല ആൾക്കാരും പറയാറുണ്ട് ഈ വെജ് ഇങ്ങനത്തെ കഴിക്കുന്നത് ഭയങ്കര ശാന്ത സ്വഭാവമുള്ളവരാണ്, ഭയങ്കര ഹാപ്പിയാണ്. അത് സത്യമാണ്? അങ്ങനെയൊക്കെ സത്യം തന്നെയാണ്. സത്യമാണല്ലേ. കാരണം എടുത്തിയാട്ടം കുറയും. ആണല്ലേ. അതൊരു പോയിന്റ് ആണ്. എടുത്തുചാട്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാട്ടോ. നോൺ വെജ് ഒക്കെ ഒഴിവാക്കുക, ശരീരം നന്നാവും, നമ്മുടെ ദേഷ്യവും എടുത്തിയാട്ടം ഒക്കെ മാറുന്നതാണ് പറയുന്നത്. മനസ്സിന് സുഖം കിട്ടും. മനസ്സിന് നല്ല സുഖവും കിട്ടും.
അപ്പം നമ്മൾ ഇവിടെ വന്നു ഭക്ഷണം കഴിച്ചു, ഒരുപാട് പേരെ പരിചയപ്പെട്ടു, കുറേ പേര് സംസാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താ പറയുക, നോൺ വെജൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ തന്നെയായിരുന്നു പലരും ആദ്യം മുതലേ വെജിറ്റേറിയൻ ആൾക്കാരൊന്നും ആയിരുന്നില്ല. പക്ഷേ നോൺ വെജ് ഉപയോഗിച്ചതിന് ശേഷം പലർക്കും പല വയറിന് അസുഖം അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഒക്കെ അവർ ട്രൈ ചെയ്ത ഒരു ഐറ്റമാണ് അല്ലെങ്കിൽ ഫുഡാണ് അല്ലെങ്കിൽ ഹോട്ടലാണ് ഇത് പ്രകൃതി ഭക്ഷണം. അതിൻ്റെ മാറ്റങ്ങളൊക്കെ അവർ നമ്മളോട് പറഞ്ഞു. കാരണം നമ്മുടെ ദഹന പ്രക്രിയ മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് നല്ല സന്തോഷപരമായും ആഹ്ലാദപരമായിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇത്തരം ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യണം. പലപ്പോഴും നമ്മുടെ യുവതലമുറ ഞാനടക്കമുള്ള യുവതലമുറയൊക്കെ നമ്മൾ ന്യൂജൻ ഫുഡിലേക്കും അല്ലെങ്കിൽ എണ്ണ അജിനാമോട്ടോ കൂടുതൽ യൂസ് ചെയ്ത ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുക. അപ്പോൾ അത്തരം ഭക്ഷണങ്ങളൊക്കെ ഒരു വ്യത്യാസം, നമ്മൾ നാവിൻ്റെ സ്വാദ് മാത്രം നോക്കാതെ നമ്മൾ വയറിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഈ പ്രകൃതി ഭോജന ഭക്ഷണശാലകൾ. അത്തരം ഭക്ഷണങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അത്തരം ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുക, കഴിക്കുക. കാരണം നമുക്ക് മനസ്സിനും മൊത്തത്തിൽ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത് ചായയോ കാപ്പിയോ ഒന്നുമല്ല, ഇത് തുളസിക്കാപ്പിയാണ്. ആരോഗ്യത്തിനും മനസ്സിനും ഏറ്റവും നല്ല കാപ്പി. നമ്മൾ വീട്ടിലൊക്കെ ചുക്ക് കാപ്പി കുടിക്കില്ലേ, അതിൻ്റെ ഒരു പ്രത്യേക രൂപം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇരിട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊടകിലേക്കൊക്കെ പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ്. നിങ്ങളൊക്കെ ഇതിലെ പാസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. തീർച്ചയായിട്ടും ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. കാരണം നമ്മൾ പോലും ഈ വ്ലോഗ് തുടങ്ങിയതിന് ശേഷമാണ് പ്രകൃതി ഭക്ഷണങ്ങളെക്കുറിച്ചും അവിടുത്തെ രീതിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പോലും മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ വരെ ഈ പ്രകൃതി ഭക്ഷണങ്ങളുടെ ഒരു ഫാനായി എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും നമ്മുടെ സ്വഭാവം വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുമെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാവിന് രുചിയുള്ള ഒരുപാട് എണ്ണയും വറുത്തതും പൊരിച്ചതും എല്ലാം കഴിച്ച് വയറ് കംപ്ലൈൻ്റ് ആകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം മനസ്സിനും വയറിനും ഒക്കെ ഏറ്റവും നല്ലതാണ് പ്രകൃതി ഭക്ഷണങ്ങൾ. അപ്പം എന്താ പറയുക, മായങ്ങളോ അല്ലെങ്കിൽ മുളകോ അങ്ങനെയുള്ള ഒരു സാധനവും ഇല്ലാതെ പ്രകൃതിയിൽ നിന്നും നല്ല രീതിയിൽ ജൈവ കൃഷിയിലൂടെയൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവർ നമ്മൾക്ക് വേണ്ടി തരുന്നത്. തീർച്ചയായിട്ടും ഒന്ന് കഴിക്കണം. ഇവിടുത്തെ കാപ്പി വരെ, അതായത് തുളസി കാപ്പി വരെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും ഞാൻ ഒരിക്കൽ എന്നല്ല പറയുക, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വരെ ഒരു ഭാഗമാക്കണം, ഒരു ശീലമാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ വരെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പം താൽക്കാലികമായി നികുഞ്ചം ഹോട്ടലിൽ നിന്ന് നമ്മൾ വിട പറയാണ്. ബൈ.